കുറ്റ്യാടിയിൽ രാസലഹരി നൽകി ലൈംഗിക പീഡനം, പ്രതി അറസ്റ്റിൽ. കള്ളാട് സ്വദേശി കുനിയിൽ ചേക്കു എന്ന അജ്നാസിനെയാണ് കുറ്റ്യാടി സിഐ കൈലാസ് നാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കുറ്റ്യാടിയിൽ ബെക്കാം എന്ന പേരിൽ ബാർബർ ഷോപ്പ് നടത്തിവന്ന അജ്നാസ് തനിക്കെതിരെ പോലീസ് നടപടികൾക്ക് ഒരുങ്ങുന്നു എന്ന് മനസ്സിലായതോടെ അജ്മീരിൽ ഉൾപ്പെടെ ഒളിച്ചു കഴിയുകയായിരുന്നു. കഴിഞ്ഞ 24-നാണ് പ്രതി കേരളത്തിൽ നിന്ന് മുങ്ങിയത്. ലൊക്കേഷൻ പരിശോധിച്ച് അജ്മീരിൽ പോലീസ് എത്തിയപ്പോൾ പ്രതി അവിടെ നിന്ന് മുങ്ങി. തുടർന്ന് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും പോലീസ് വിവരം നൽകി. ഇന്നലെ രാത്രി മംഗലാപുരത്ത് ഇറങ്ങിയ പ്രതിയെ പോലീസ് ഉടൻ പിടികൂടുകയായിരുന്നു. തന്നെ MDMA നൽകി ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഒരു 18-കാരൻ പരാതി നൽകിയതോടെയാണ് കേസിന്റെ തുടക്കം. പ്രായപൂർത്തിയാവുന്നതിന് മുൻപുള്ള കുറ്റകൃത്യം കണക്കിലെടുത്ത് പോക്സോ വകുപ്പാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. ആദ്യ പരാതിക്ക് ശേഷം മറ്റൊരാൾ കൂടി അജ്നാസിനെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിയിലും പോക്സോ വകുപ്പാണ് ചുമത്തിയത്. കുറ്റ്യാടിയിൽ ഏറെ ചർച്ചയായ കേസിലെ നിർണായക നീക്കമാണ് അജ്നാസിന്റെ അറസ്റ്റോടെ സംഭവിച്ചത്. അജ്നാസിനെ വൈദ്യപരിശോധനയ്ക്ക് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധവുമായി BJP പ്രവർത്തകർ എത്തി. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത് കേസിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കൂടുതൽ കാര്യങ്ങളെപ്പറ്റി ശക്തമായ അന്വേഷണം നടത്തുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുറ്റ്യാടി സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 2 പോക്സോ കേസുകളിലെ പ്രതിയെ ഇന്നലെ മംഗലാപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. 24-ാം തീയതിയായിരുന്നു ആദ്യമായി ഈ കേസിന് ആസ്പദമായ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അന്നേ ദിവസം രജിസ്റ്റർ ചെയ്ത കേസ് അന്വേഷണ സമയത്ത് തന്നെ പ്രതിയായിട്ടുണ്ടായിരുന്ന അജ്നാസ്, കള്ളാട് സ്വദേശിയാണ്, 30 വയസ്സുള്ള അജ്നാസ് എന്നയാൾ അന്നേ ദിവസം തന്നെ അജ്മീർ ഭാഗത്തേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിരുന്നു. അവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നതിലേക്കായിട്ട് 3 പേരടങ്ങുന്ന സംഘം അജ്മീറിലേക്ക് പോയിരുന്നു. 2 ദിവസം മുൻപ് അജ്മീറിലുള്ള ഇവരുടെ സുഹൃത്തുക്കളെ നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി അയാൾ അഡ്വക്കേറ്റിനെ കാണുന്നതിലേക്കായിട്ടും മറ്റ് നടപടികളിലേക്കായിട്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അജ്മീറിൽ നിന്ന് അന്നേ ദിവസം കോഴിക്കോട് ഭാഗത്തേക്ക് പുറപ്പെട്ടിരുന്ന ട്രെയിനുകളെല്ലാം പരിശോധിച്ചതിൽ ഇയാൾ മരുസാഗർ എക്സ്പ്രസ്സിൽ വരുന്നതായിട്ട് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടുന്ന് ഒരു പോലീസ് പാർട്ടി മംഗലാപുരം ഭാഗത്തേക്ക് പോയിട്ടുള്ളതും മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇയാളെ കാത്തുനിന്നിരുന്ന സമയത്ത് ആ ട്രെയിനിൽ നിന്ന് ഇയാൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്ക് പിടികൂടാൻ സാധിച്ചിട്ടുള്ളതുമാണ്. കുട്ടികളെ മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്ന കേസ്. 2 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2 17 വയസ്സുള്ള ആൺകുട്ടികളാണ് പരാതിക്കാരായിട്ട് ഉള്ളത്. 2 കേസിൻ്റെയും അന്വേഷണാവസ്ഥയിലാണ്. ഈ കേസിലേക്ക് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇനിയും കൂടുതൽ പരാതിക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാവുന്നുള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച് വരുന്നത്. പോക്സോ കേസാണ് പ്രിലിമിനറി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ലഹരി നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതിൻ്റെ അടിസ്ഥാനത്തിൽ JJ ബന്ധപ്പെട്ട ജുവനൈൽ ജസ്റ്റിസ് വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അന്വേഷണത്തിൽ.